السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന ആദരണീയരായ, നിങ്ങളുടെ മുന്നിൽ വരാൻ തൗഫീഖ് ചെയ്ത അള്ളാഹുവിനെ ഞാൻ വീണ്ടും സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്ന നിങ്ങളോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പുതിയ മുഖങ്ങളാണ് എന്റെ മുന്നിലുള്ളത് എന്ന് പറയുന്നതിന് പകരം ഒരുപാട് പഴയ മുഖങ്ങളാണ് ഈ മുന്നിലുള്ള കുട്ടികൾ മാത്രമാണ് എന്റെ മുന്നിലുള്ള പുതിയ മുഖങ്ങൾ. മറ്റുള്ളവരൊക്കെ എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങൾക്ക് മർക്കസിൽ നിന്ന് തന്നെ പല സദസ്സുകളിൽ കൂടെ മറ്റു പല ദാഇകളുടെയും ദർസുകളും ഇൽമുകളും ലഭിക്കുന്നവരാണ്. പിന്നീട് നിങ്ങളുടെ ഇൽമിനോടുള്ള ദീനിനോടുള്ള ഹിർസ് കൊണ്ട്, താല്പര്യം കൊണ്ടാണ് നിങ്ങൾ ഇവിടെയും ഓടി പതച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഹിർസും താല്പര്യവും അവർ നമുക്ക് നൽകുമാറാവട്ടെ. ദീനിനോടുള്ള സ്നേഹവും അതിനോടുള്ള താല്പര്യവും അല്ലാഹു സുബ്ഹാനഹു ഈമാനിനോടും തഖ്വയോടും ഉള്ള സ്നേഹമൊക്കെ അല്ലാഹു നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുമാറാവട്ടെ. കുഫറിനോടും ശിർക്കിനോടും തെറ്റുകളോടും പാപങ്ങളോടുമുള്ള വെറുപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ നൽകി അതിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. രണ്ട് സഹോദരന്മാർ ഇവിടെ ജവാനവരുടെ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നവരോ അതോ ആരെങ്കിലും ഒരാൾ റിപ്പോർട്ട് ചെയ്ത് അവർ മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക, എന്താണ് നിങ്ങളുടെ സംവിധാനം? ഇവിടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യലാണോ? എനിക്ക് നൽകാനുള്ള ഒരു നസീഹത്ത്, ആരെങ്കിലും ഒരാൾ റിപ്പോർട്ട് ചെയ്ത് അവർ പിന്നെ മറ്റുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ച് ഉത്തമമെന്നാണ്. അതുകൊണ്ട് ഒരാൾ മൊബൈൽ ഫോണ് ഓഫാക്കി കയ്യിൽ വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അസ്ബാബുൽ ഇൻഹിറാഫ് വ ഇലാജുഹു എന്നാണ്. വ്യതിയാനങ്ങൾ, ശരിയായ മൻഹജിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ചൊവ്വായ മാർഗത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോകും. എന്താണ് അതിനുള്ള കാരണങ്ങൾ? അങ്ങനെ വ്യതിചലിച്ചു പോകാതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ്? അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ്? എന്റെ കയ്യിലുള്ള ഈ ചെറിയ പുസ്തകം സുപരിചിതനായ, സലഫികൾക്ക് അറിയപ്പെട്ട, സൗദി അറേബ്യയിലുള്ള പ്രമുഖനായ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം രചിച്ച, പ്രത്യേകിച്ച് അദ്ദേഹം യുവാക്കളെ പരിഗണിച്ചുകൊണ്ട് രചിച്ച ഒരു പുസ്തകമാണ്. പക്ഷേ ഇതിലുള്ള കണ്ടൻസുകൾ, ഇതിലുള്ള വിഷയങ്ങൾ യുവാക്കൾക്ക് മാത്രമല്ല, ഏതൊരു മുസ്ലിം, ഏതൊരു പ്രായത്തിലുള്ള പുരുഷനും സ്ത്രീയോ വലിയവരോ ചെറിയവരോ എല്ലാവർക്കും അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കൽ അനിവാര്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചുരുങ്ങിയ നിരക്ക് ഇശാനിസ്കാരം കഴിഞ്ഞ് അതിന്റെ പ്രവാത്തിബ് സുന്നത്തും അദ്കാറുകളും കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഈശ വരെയുള്ള വളരെ കുറഞ്ഞ സമയത്ത് ചുരുങ്ങിയ നിരക്ക് ആ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് 5 വക്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച നിർബന്ധമായ ബാധ്യത, ഇസ്ലാമിലെ 2 ഷഹാദത്തിന്റെ ശേഷം അതിപ്രധാനമായി നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്താണ് നിസ്കാരം. ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങളിൽ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, ഉമ്മുൽ കിതാബ് എന്നൊക്കെ മറ്റു ചില റിവായത്തുകളിൽ. പരിശുദ്ധ ഖുർആനിലുള്ള ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാത്ത ഒരു മനുഷ്യന് നിസ്കാരമില്ല, അവരുടെ നിസ്കാരം സഹിഹാവുകയില്ല. ഫാത്തിഹ സൂറത്തിന്റെ പ്രത്യേകത, അത് മഹത്തായ ഒരു ദുആയാണ്. അതിൽ
അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് അതിലുള്ള മർമ്മപ്രധാനമായ ആശയം. ഫാത്തിഹ സൂറത്തിൽ ഈ ദുആ, അള്ളാഹുവിനോട് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നതിന്റെ മുമ്പ് എത്രത്തോളം അദബുകൾ, മര്യാദകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിശാചിന്റെ ശർറിൽ നിന്ന് കാവലിനെ തേടിക്കൊണ്ടായിരിക്കണം ഖുർആൻ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്നത്. ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്ത് നമുക്ക് അഊദ് പറയും. അതിന്റെ ശേഷം പിന്നെ അള്ളാഹുവിന്റെ എല്ലാ ഉത്തമമായ നാമങ്ങൾ കൊണ്ടും അവനോട് നമ്മൾ സഹായത്തെ തേടുന്നു, ബറക്കത്തിനെ തേടുന്നു. അങ്ങനെ തേടിക്കൊണ്ടാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ ശേഷം പിന്നീട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ ഏറ്റവും ഉത്തമമായ നിലക്ക് അവനെ സ്തുതിക്കുകയാണ് ഒരടിമ ചെയ്യുന്നത്. അതിന്റെ ശേഷം അർ റഹ്മാനിർ റഹീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി, നിസ്കാരം, ആ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫാത്തിഹ സൂറത്താണ്. നിസ്കാരത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗം റുക്കനാണ് സൂറത്തുൽ ഫാത്തിഹ. അതിനെ ഞാൻ എന്റെയും എന്റെ അടിമയുടെയും മേളിൽ വിഹിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹമീദനി അബ്ദി, എന്റെ അടിമ എന്നെ പ്രശംസിച്ചു, പുകഴ്ത്തി, ഹംദ് പറഞ്ഞു. വഇദാ ഖാല അർ റഹ്മാനിർ റഹീം അസ്ന അലയ്യ അബ്ദി എന്ന് പറയും, എന്റെ അടിമ എന്റെ മേൽ പ്രശംസയുടെ വാക്കുകൾ, വചനങ്ങൾ ചൊല്ലി, അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ. വഇദാ ഖാല മാലികി യൗമിദ്ദീൻ, ഖിയാമത്ത് നാളിന്റെ ഉടമ അള്ളാഹുവാണ് എന്ന് പറയും. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും മാലിക്കാണ്, ഉടമയാണ്, രാജാതിരാജനാണ്. എല്ലാവിധ രാജാക്കന്മാരുടെയും മൂർധാവിൽ അള്ളാഹുവിന്റെ പിടുത്തമുണ്ടതാൻ. അവന്റെ പിടുത്തത്തിൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശക്തിക്കും സാധ്യമല്ലതാൻ. പക്ഷേ ഈ ലോകത്ത് പലരും ഞാനാണ് നേതാവ്, ഞാനാണ് രാജാവ്, ഞാനാണ് ആധിപത്യമുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഖിയാമത്ത് നാളിൽ ഈ പറയുന്നവർ മുഴുവൻ തല കുനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വരും. ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്, ആധിപത്യമുള്ളത്? അത് അവകാശപ്പെടാൻ ആരാണുള്ളത്? ആരുമില്ല. മലിക്കുൽ ഖഹാറായ രാജാതിരാജനായ സർവശക്തനായ അള്ളാഹുവിൽ മാത്രമാണെന്ന് ആധിപത്യം അത് പുലർന്നു കാണും. അതുകൊണ്ട് മാലിക് യൗമിദ്ദീൻ, അത് ഒരാൾ ഒരു അടിമ ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ ഔന്നിത്യപ്പെടുത്തി, ഉന്നതനാണ് എന്നുള്ള അംഗീകാരം അവൻ അത് അംഗീകരിച്ച് പ്രഖ്യാപിച്ചു എന്ന് പറയും. അതിന്റെ ശേഷം പിന്നീട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും അല്ലാഹുവേ, അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും. അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ആരാധിക്കുന്നവരും ജാറങ്ങളെയും ദർഗകളെയും ഔലിയാക്കളെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിയെയും ആരാധിക്കുന്ന അള്ളാഹുവിനോട് കൊടുക്കേണ്ടുന്ന ബാധ്യത അത് കൃത്യമായി പാലിക്കാത്ത, അതിന് വെള്ളം ചേർക്കുന്ന ആ പറയുന്ന അള്ളാഹുവിന്റെ ഹക്കിൽ വീഴ്ച വരുത്തുന്ന എത്രയോ ആളുകൾ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുവഹിദായ മുഅ്മിനായ മനുഷ്യൻ ബഹുമാന്യനാണ്, ആദരണീയനാണ്. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ സഹായവും തൗഫീഖും ആവശ്യമാണ്. അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് ആവശ്യമാണ്. ഒരുപാട് കൂടെ ആളുകളുണ്ട് എന്ന് കരുതും, വലിയ സമ്പത്തുണ്ട് എന്ന് കരുതും, ആധിപത്യമുണ്ട് എന്ന് കരുതും, ശക്തിയും പ്രാപ്തിയും ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ട് പോകാൻ കഴിയൂല. ഹതഭാഗ്യരായി അള്ളാഹുവിനോടുള്ള ഈ കടമ നിർവഹിക്കാൻ കഴിയാതെ ശിർക്കും കുഫ്റും വൃത്തികേടും ചെയ്തുകൊണ്ട് ഭൂമി നിറയെ ആളുകൾ സഞ്ചരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ അള്ളാഹുവിനെ മാത്രം ഒരാൾക്ക് ആരാധിക്കാൻ കഴിയ മഹത്തായ അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതിന് അള്ളാഹുവിന്റെ സഹായം വേണം, അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ഇയ്യാക നസ്തഈൻ, ഉടനെ തന്നെ ഈ അടിമ അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ സഹായത്തെ തേടും. ഈ ആയത്ത് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കാര്യങ്ങളാണ്. അതിന്റെ ആദ്യ ഭാഗം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ഹക്ക് പാലിക്കലാണ്. രണ്ടാമത് അള്ളാഹുവെ നിന്നോട് മാത്രം സഹായത്തെ തേടുന്നു എന്ന് അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും ആവശ്യമുണ്ട്, അടിമക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. വലിയ അബ്ദി മാ സഅൽ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ അള്ളാഹുവിനെ ബഹുമാനിച്ച് ആദരിച്ച് പ്രശംസയും
ഒരു ദുആയുടെ പ്രാർത്ഥനയുടെ ആദാബുകൾ മര്യാദകൾ മുഴുവൻ പാലിച്ച അടിമ ഒരു അബ്ദി മാ സഅൽ, അവൻ എന്നോട് എന്ത് ആവശ്യം ചോദിക്കുന്നു അത് ഞാൻ അവന് നൽകാൻ തയ്യാറാണ് എന്ന് പറയുമ്പോ ഈ അടിമ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കണം എന്നുള്ളത്, ചൊവ്വായ മാർഗത്തിലേക്ക്. അപ്പൊ സഹോദരങ്ങളെ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് നേരായ മാർഗം, ചൊവ്വായ വഴി എന്ന് പറയുന്നത് അത് അപാരമായ അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹുവിന്റെ നിഅമത്ത്. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ലഭിച്ച ഏറ്റവും മഹത്തായ നിഅമത്താണ് സിറാത്തുൽ മുസ്തഖീമിൽ അവൻ എത്തിച്ചേരുക എന്ന് പറയുന്നത്, സിറാത്തുൽ മുസ്തഖീമിലായി തീരുക എന്ന് പറയുന്നത്. ഈ സിറാത്തുൽ മുസ്തഖീം എവിടുന്ന് ലഭിക്കും, എങ്ങനെ അത് കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് വളരെ ചുരുങ്ങിയ നിലക്കുള്ള മറുപടി അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ആ ദീനാണ് സിറാത്തുൽ മുസ്തഖീം. പരിശുദ്ധ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതൊരാൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു, അത് അവന്റെ ജീവിതത്തിൽ പകർത്തിയാൽ അവൻ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിച്ചേർന്ന ഒരാളായി മാറും. അതാണ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗം, ശരിയായ വഴി എന്ന് പറയുന്നത്. പിന്നീട് ആ പറയുന്ന സൂറത്തിൽ അള്ളാഹുവിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവേ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗം എന്ന ഒരു ഉപാധിയും കൂടി കൂട്ടുന്നു. അള്ളാഹുവിന് സിറാത്തുൽ മുസ്തഖീം അറിയില്ലേ? അടിമ ചോദിക്കുന്ന കാര്യം ഇന്നതാണ് എന്ന് അള്ളാഹുവിന് അറിയൂലേ? നമ്മൾ പക്ഷേ പിന്നെ എന്തുകൊണ്ട് അള്ളാഹു നമ്മോട് പറയാൻ വേണ്ടി സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകൾ, അള്ളാഹു നിഅമത്ത് നൽകിയ ആളുകൾ, അവരുടെ മാർഗത്തിലേക്ക് ചേർക്കണം എന്നുകൂടി പറയാൻ വേണ്ടി ഈ സൂറത്തിൽ നമ്മോട് കൽപ്പിക്കുന്നു. അതിന്റെ ശേഷം പറയുന്നു സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. മൂന്ന് വിഭാഗം ആളുകൾ ഈ ലോകത്തിൽ അള്ളാഹുവിന്റെ അടിമകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായ ആളുകൾ, അവർക്ക് ധാരാളം അറിവുണ്ട്, പണ്ഡിതന്മാരെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ, വിജ്ഞാനം ധാരാളം അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് വിരുദ്ധമായാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിഭാഗം ആളുകൾ ളാലിങ്ങൾ വഴി പഴച്ചവരാണ്, അവർക്ക് വിവരമില്ല, പക്ഷെ അതോടുകൂടെ പല കാര്യങ്ങളും ചടങ്ങുകളും ഇബാദത്താണ് എന്ന് അവര് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇത് രണ്ട് വിഭാഗം. ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായ ആളുകൾ, മഗ്ലൂബ് അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ, അവരുടെ വിഷയം അവർക്ക് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തവരും പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്, പക്ഷെ അതിന് വിരുദ്ധമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നോക്കുകയാണ് മറുപക്ഷത്തുള്ള ആളുകൾ ളാലിങ്ങൾ വഴി പഴച്ചവരാണ്, അവർക്ക് വിവരമില്ല, അറിവില്ല, അതോടുകൂടെ അവർ ആരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന ആളുകൾ. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങളുടെ മാർഗത്തിലേക്ക് ചേർക്കരുതേ എന്ന് പറയുന്നു. അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗത്തിലേക്ക് ചേർക്കണം എന്ന് പറയും. അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകള് ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാർ അതിന് ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ, അവരോട് അടുത്ത് നിൽക്കുന്ന സുദ്ദീഖീങ്ങൾ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീനിനെ യാതൊരു സംശയവും ഇല്ലാതെ സത്യപ്പെടുത്തി ആ പ്രവാചകന്മാരെ പിന്തുടരുന്ന ആളുകൾ. അതേപോലെ തന്നെ ശുഹദാ സാലിഹീങ്ങൾ, ശുഹദാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനും ആദർശവും മനസ്സിൽ അത് കൃത്യമായി തട്ടി അത് ഉറപ്പായി വിശ്വസിച്ച് അതിന്റെ പേരിൽ തന്റെ രക്തം ചിന്താൻ തയ്യാറായ ആളുകൾ. അതേപോലെ തന്നെ ശുഹദാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിച്ച് യാതൊരു സംശയമില്ലാതെ ജീവിക്കുന്ന പണ്ഡിതന്മാർ. രണ്ട് വിഭാഗം ആളുകൾ. സാലിഹീങ്ങൾ സാധാരണക്കാരായ എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങൾ, ഇവരാണ് അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിച്ച ആളുകൾ. ഇവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ് ഈ പറയുന്ന മഹത്തായ സൂറത്ത്. ഞാൻ പറഞ്ഞത് ഇത്തരം ബഹുമാനാദരവോടെ നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും മഹത്തായ നിസ്കാരങ്ങൾ, ഫർദിലും സുന്നത്തിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കാൻ വേണ്ടി അള്ളാഹു നിർബന്ധമാക്കി കൽപ്പിച്ച സിറാത്തുൽ മുസ്തഖീം, അതിൽ ഒരാൾ ചേർന്നു എത്തിപ്പെട്ടു എന്ന് പറയുന്നത് മഹത്തായ നിഅമത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനും സുന്നത്തും ഈ പറയുന്ന അള്ളാഹുവിന്റെ നിഅമത്ത് സിദ്ധിച്ച ആളുകൾ, ഈ ഉമ്മത്തില് അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിച്ച ആളുകൾ പ്രവാചകന്റെ ശേഷം പിന്നെ അവിടുത്തെ അനുചരന്മാരാണ്, സഹാബികളാണ്. അവർ കൃത്യമായി പഠിച്ചു, മനസ്സിലാക്കുകയും ചെയ്തു, അതനുസരിച്ച് അവർ അമൽ ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായ ആളുകൾക്ക് വിവരമുണ്ടായിരുന്നു, അതനുസരിച്ച് അമൽ ചെയ്തില്ല, പ്രവർത്തിച്ചില്ല. ളാലിങ്ങൾ വഴിപഴിച്ച ആളുകൾ എന്ന് പറയുന്ന അവർക്ക് വിവരമില്ല, ഇബാദത്താണ് എന്ന് കരുതി പല ചടങ്ങുകളും വഴിപാടുകളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ശരീരങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പ്രത്യേകത അവർ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അവർ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അവരാണ് ഈ ഉമ്മത്തിൽ ഒന്നാമതുള്ള ആളുകൾ. അവരെ കഴിച്ചേ പിന്നെ നമ്മൾ സ്വാലിഹീങ്ങളും
ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? നമ്മളാണ് ഏറ്റവും വലിയ സാലിഹ്യങ്ങൾ, സഹാബത്തിനിലേറെ ഉണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായം? കുട്ടിയുടെ മുസ്ലിം അത് പറയൂ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ത്യജിച്ച, രക്തം ചിന്തിയ ആളുകൾ, ശുഹദാക്കൾ, നമ്മളാണ് ഏറ്റവും വലിയ രക്തസാക്ഷികൾ ഇന്ന് പല സ്ഥലങ്ങളിലും കേൾക്കുന്നവർ. ആർക്കെങ്കിലും അവകാശമുണ്ടോ? റസൂലിന്റെ സഹാബത്തല്ല എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു മുസ്ലിമാരും അത് പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. സിദ്ദീഖീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ പോലത്തെ സിദ്ദീഖീങ്ങൾ അവരാണ് മുന്നിലുള്ളത്. അവരുടെ ശേഷം പിന്നീട് വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ആ പറയുന്ന പദവികളും സ്ഥാനങ്ങളും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻതും തുത്ലാ അലൈക്കും ആയാതുല്ലാഹ് വഫീകും റസൂൽ. ജൂതന്മാരെയും നസാറാക്കളെയും മുശ്രിക്കീങ്ങളെയും കുഫാറുകളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കും, എങ്ങനെ നിങ്ങൾ സത്യനിഷേധികളായി പോകുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും ആകാൻ കഴിയാതെ വരുന്നു? എങ്ങനെ നിങ്ങൾ സത്യനിഷേധികളാകാൻ ആയി പോകുന്നു? അള്ളാഹുവിന്റെ ആയാത്തുകൾ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ അറബികളാണ്, ഭാഷ നിങ്ങൾക്കറിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിനം പ്രതി അവിടുത്തെ വരുന്ന വഹയികൾ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് അത് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത്തരം സൗകര്യപ്രദമായി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിവരങ്ങളും അധ്യാപനങ്ങളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും വന്നിട്ട് ഇനി എങ്ങനെ നിങ്ങൾ കാഫിര്യങ്ങളായി പോകുന്നു? എങ്ങനെയാണ്? നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ചോദിക്കാൻ ഇവിടെ പ്രവാചകൻ, അതിന് വിശദീകരണങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാൻ അള്ളാഹുവിന്റെ റസൂലുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്ക് വിവരങ്ങൾ എത്തിക്കൊണ്ട് ആയത്തുകൾ അവതരിപ്പിക്കുകയും ചെയ്യും. എങ്ങനെ പിന്നെ നിങ്ങൾ കുഫാറുകളായി പോകുന്നത്? അപ്പോ അപ്പൊ ഈ പറയുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പരിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറായി. അതിന്റെയും പുറമെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് സഹായത്തെ തേടും. അള്ളാഹുവിൽ തവക്കുലാക്കി അവനെ പ്രതീക്ഷിച്ച് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ആ മനുഷ്യൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കപ്പെടുമെന്ന്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ സിറാത്തുൽ മുസ്തഖീം ചോദിക്കുന്നു. അത് ലഭിക്കാനുള്ള മാർഗമാണ് ഈ പറയുന്ന ആയത്തിൽ കൂടെ അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ എവിടേക്ക് മടങ്ങണം? പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്ക് മടങ്ങണം. നിങ്ങളെ പഠിപ്പും വിവരവും മാത്രം അതിന്റെ മേൽ അവലംബിച്ചുകൊണ്ട് അതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കരുതേ, അള്ളാഹുവിൽ അഭയം തേടാൻ തയ്യാറാകുക. അള്ളാഹുവിനെ ഒരാൾ വർഗപ്പെടുത്തു. അത് വിശദീകരിച്ച പണ്ഡിതന്മാര് പറയുന്നത് തവക്കുൽ അലൈഹി, അള്ളാഹുവിൽ പരമേറ്റി, വൽ ഇസ്തിആനത്തി വൽ ഇസ്തിഗാസത്തി വൽ റജാഇ വൽ ഖൗഫ്, അള്ളാഹുവിനോട് സഹായത്തെ തേടുക, അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവന് കാര്യങ്ങൾ ഫലമേൽപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഖുർആനും സുന്നത്തും ഒരാൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ അവന് അതിനനുസരിച്ച് സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹുവിനെ ചേർക്കും എന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ കൊണ്ടുവന്ന ആ ദീൻ കാര്യങ്ങൾ അതൊരാൾ ശരിക്കും ശ്രദ്ധിക്കാൻ തയ്യാറായാൽ അവർ സിറാത്തുൽ മുസ്തഖീമിൽ ലഭിക്കും. ധാരാളം ആയത്തുകൾ അതിന്റെ മേൽ തെളിവായിക്കൊണ്ട് അള്ളാഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൽ മുസ്തഖീം, പ്രവാചകരെ നിങ്ങൾ ജനങ്ങളോട് പറയുക, നിശ്ചയം എന്റെ റബ്ബ് എന്ന സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർത്തിരിക്കുന്നു. ദീനൻ ഖിയമൻ, അത് വളരെ ശരിയായ ചൊവ്വായ മതമാണ്, ദീനാണ്. മില്ലത്ത ഇബ്രാഹീമ, എന്റെ പിതാവായ ഇബ്രാഹിം നബി കൊണ്ടുവന്ന മാർഗമാണ്. ഹനീഫൻ, തെറ്റായ ആദർശങ്ങളിൽ നിന്ന്, ആശയങ്ങളിൽ നിന്ന്, വഴികളിൽ നിന്നൊക്കെ ശരിയായ മാർഗത്തിലേക്ക് വന്ന് ആ ദീനിൽ കൊണ്ടുവന്ന എന്റെ പിതാവിന്റെ മാർഗമാണ്. അദ്ദേഹം അള്ളാഹുവിനോട് മറ്റ് ഏതെങ്കിലും വസ്തുക്കളെയോ വ്യക്തികളെയോ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്നില്ല. ഈ ആയത്തിൽ കൂടെ അള്ളാഹു പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തുൽ മുസ്തഖീമിലാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വഹദാ സിറാത്തു റബ്ബിക മുസ്തഖീമൻ, നിങ്ങൾ ഈ കൊണ്ടുവന്ന പ്രവാചകരെ നിങ്ങൾ ഈ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും. ഖുർആനും അതിന്റെ വിശദീകരണമായ സുന്നത്ത്, അതാണ് സിറാത്തു റബ്ബിക മുസ്തഖീമ, നേരായ ചൊവ്വായ റബ്ബിന്റെ വഴി. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യദക്കറൂൻ, ഉത്ബുദ്ധരായ ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായി വ്യക്തമായി അത് എത്തിച്ചു കൊടുത്തിരിക്കുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലതദഊഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, പ്രവാചകരെ നിശ്ചയം നിങ്ങൾ നേരായ ചൊവ്വായ മാർഗത്തിലേക്കാണ് ആളുകളെ പ്രബോധനം ചെയ്യുന്നത്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ആ സിറാത്തുൽ മുസ്തഖീം ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് പ്രബോധനം ചെയ്യുന്നത്. ആ റസൂൽ കൊണ്ടുവന്ന ദീൻ ഒരാൾ സ്വീകരിക്കാൻ തയ്യാറായാൽ അവർ സിറാത്തുൽ മുസ്തഖീമിലാണ്.
മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീം ലഭിച്ച ആളുകൾ, അതിൽ സഞ്ചരിക്കുന്ന ആ ശരിയായ ചൊവ്വായ മാർഗം അനുഷ്ഠിച്ചുകൊണ്ട് അതിലായിക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചത് മനുഷ്യന്റെ ആദരവ് അല്ലാഹു പറയും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞു അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു, അവന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും അടക്കമുള്ള തൗഹീദിന്റെ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു അവർ നേരായ ചൊവ്വായ ഈ മാർഗത്തിൽ ത്വാഅത്തും ഇബാദത്തും നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പോകാൻ തയ്യാറായാൽ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അവർ മരിക്കാൻ പോകുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും, റഹ്മത്തിന്റെ മലക്കുകൾ അവരെ സന്തോഷിപ്പിക്കുന്നു, അവരെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് ആ മലക്കുകൾ അവരോട് പറയും അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഭാവിയിൽ മരണത്തിന് ശേഷമുള്ള ഖബറിൽ പരലോക ജീവിതത്തിൽ ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനെയും ഭയപ്പെടണ്ട. ദുനിയാവിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് യാതൊരു വ്യസനവും സങ്കടവും നിങ്ങൾക്ക് ഉണ്ടാകുമാണ്ട. അവസരം നഷ്ടപ്പെട്ടു, എനിക്കിന് സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു ദുഃഖം, ഈ പറയുന്ന കുറ്റബോധം, സങ്കടം അത് നിങ്ങൾ പിടികൂടും വേണ്ട. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഈ ലോകത്തുള്ള അവസരം അത് നേടിയെടുത്ത ആളുകളാണ്. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന സ്വർഗമാണ് ലഭിക്കാൻ പോകുന്നത്, നിങ്ങൾ അതിന് സന്തോഷിച്ചോളി. നിങ്ങൾ ആ സ്വർഗമുണ്ട്, അത് ലഭിക്കുന്ന ആളുകളാണ്, അതിന്റെ അവകാശികളാണ്, സന്തോഷിച്ചോളി. ഈ പറയുന്ന സിറാത്തുൽ മുസ്തഖീമിൽ ഈ ലോകത്ത് ജീവിച്ച ഒരാള് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാൻ പോകുന്ന സമയത്ത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കും ഇതുപോലത്തെ കാര്യങ്ങൾ. അപ്പൊ ചുരുക്കത്തിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത് എന്താണ്, അതിന്റെ ശ്രേഷ്ഠത എന്താണ്, അതിൽ ജീവിച്ച ഒരാളുടെ പ്രത്യേകത എന്താണ്, അവർക്കുള്ള ആദരവ് എന്താണ് എന്നുള്ള ചുരുങ്ങിയ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നത്. ഇനി രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം മഹത്തായ ഈ സിറാത്തുൽ മുസ്തഖീം, ഈ വഴി എന്ന് പറയുന്നത് ഏക വഴിയാണ്, ഒരൊറ്റ വഴിയാണ്. ഒരുപാട് വഴികളിൽ പല വഴികളിൽ കൂടെയും പോയി എന്ന് കരുതി ഈ പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയില്ല, അങ്ങോട്ടൊരാൾക്ക് എത്താനും കഴിയുകയില്ല. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അത് ഏക വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊ, ഇത് ഈ പ്രവാചകൻ നിങ്ങൾക്ക് ഖുർആൻ സുന്നത്തിൽ കൂടെ കൊണ്ടുവന്ന എന്റെ ദീൻ, അതാണ് ശരിയായ ചൊവ്വായ മാർഗം, അതാണ്. ഫത്തബിഊ, നിങ്ങൾ ആ മാർഗം പിൻപറ്റണം. വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി, പല വഴികളുണ്ട് ഇവിടെ ലോകത്ത്, പല ആളുകളും പല മാർഗങ്ങളും പല വഴികളും പല ആശയങ്ങളും ആദർശങ്ങളുമായി ഈ ലോകത്ത് നിങ്ങളുടെ മുന്നിലുണ്ടാകും. പക്ഷെ വലാ തത്തബിഉ സുബുൽ, പല വഴികളോട് നിങ്ങൾ പിൻപറ്റാൻ പോകരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിലേക്കും അവൻ ബഹുമാന ആദരവുള്ള ആളുകൾക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കും എത്തിച്ചേരുന്നതിൽ നിന്ന് നിങ്ങൾ അത് ചിഹ്ന ഭിന്നമാക്കി കൂട്ടം തെറ്റിക്കും. നിങ്ങൾക്ക് ആ വഴിയിലേക്ക്, അല്ലാഹുവിലേക്കും അവൻ ബഹുമാനിച്ച് ആദരിച്ച് അവന്റെ അടിമകൾക്ക് ഒരുക്കി വെച്ച ആ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയാതെ നിങ്ങൾ വഴി തെറ്റിപ്പോകും. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് ഒറ്റ വഴി മാത്രമാണ്. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി വളരെ ഗൗരവപ്പെട്ട വസിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അപ്പൊ ശരിക്കും പറഞ്ഞ ഹിദായത്ത് എന്ന് പറയുന്നത്, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് ആ പറയുന്ന ആകെ ഒരൊറ്റ വഴിയാണ്. ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ചാൽ പിന്നെ ആ വ്യക്തി വഴികേടിലാണ് എത്തിപ്പെടുക. അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അവന് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹദ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൽ മുസ്തഖീം, ഒരാൾ മുഖം കുത്തി നടക്കാൻ ഇടം വലം നോക്കാതെ മുന്നോട്ട് നോക്കാതെ അവൻ അഭിമുഖീകരിക്കാൻ നേരിടാൻ പോകുന്ന ഭീഷണികളും അതേപോലെ തന്നെ അപകടങ്ങളൊന്നും നോക്കാതെ കണ്ണും പൂട്ടി അതിന് തലയും താഴ്ത്തി നടക്കുന്ന ഒരു വ്യക്തി ഒരു ഭാഗത്ത്, മറ്റൊരു വ്യക്തിയാണെങ്കിലോ അവൻ വളരെ വ്യക്തമായ ചൊവ്വായ ശരിയായ ദിശയും ട്രാക്കും നോക്കിക്കാണ്ട് സഞ്ചരിക്കുന്ന ഒരാൾ. രണ്ടാളും ഒരുപോലെ. ഒരാൾ അവന്റെ കണ്ണും പൂട്ടിക്കൊണ്ട് ഇടവും വലം നോക്കാതെ അവന്റെ ഇടഭാഗത്തും വലഭാഗത്തുമുള്ള കണ്ണാടിയിലും മറ്റും നോക്കാതെ പരിസരമൊന്നും നോക്കാതെ വണ്ടിയുണ്ട്. ഒരാൾ ശരിയായ ട്രാക്കും കാര്യങ്ങളും നോക്കി അവന്റെ ഇടവും വലവും നോക്കി മുന്നും പിന്നും നോക്കി വളരെ സൂക്ഷ്മതയോടുകൂടെ വണ്ടി ഓടുന്ന വ്യക്തിയാണ് എങ്കിൽ രണ്ടുപേരും ഒരുപോലെയായിരിക്കുമോ? രണ്ടാളുടെയും പരിസമാപ്തി ഒരുപോലെയായിരിക്കുമോ? ഒരിക്കലുമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ പറയുന്നത്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹദ, അവന്റെ മുഖം കുത്തിക്കൊണ്ട് മുന്നും പിന്നും നോക്കാതെ ഇടം വലം നോക്കാതെ കാര്യങ്ങളുടെ ഗൗരവങ്ങൾ മനസ്സിലാക്കാതെ ചിന്തയും ബോധവും ഇല്ലാത്ത നിലക്ക് എവിടെ കിട്ടിയാലും ആര് പറഞ്ഞാലും എവിടെ കൂടിയാലും ഏത് സദസ്സിലാണെങ്കിലും ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്.
അവൻ സന്മാർഗത്തിലായിരിക്കുമോ? അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൽ മുസ്തഖീം, ശരിയായ ചൊവ്വായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തിയായിരിക്കോ ശരിക്ക് ഹിദായത്ത് കിട്ടിയയാൾ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇത് വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപമയിൽ കൂടെ അള്ളാഹു ഒരു കാര്യം വിശദീകരിച്ചു തന്നത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, പിശാചിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്, അവൻ നിങ്ങളെ വഴികേടിലാക്കും, ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങൾ അവൻ തെറ്റിക്കുമെന്ന് പല ആയത്തുകളിൽ കൂടിയും അള്ളാഹു താക്കീത് നൽകിയിരിക്കുന്നു. പിശാച് അള്ളാഹുവിനോട് പറഞ്ഞ ഒരു ഭാഗം അള്ളാഹു പറയുന്നു, ഖാല ഫബിമാ അഗ്വൈതനി, പിശാച് ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു, നീ എന്നെ വഴികേടിലാക്കി, സ്വർഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. എന്നെ അള്ളാഹുവിനോട് വിമർശനമാണ് പിശാചിന്റെ ഭാഗത്തിൽ. വഴികേടിലാക്കിയത് അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ അഹങ്കാരമാണ്, അവന്റെ അസൂയയാണ്, അവന്റെ വൃത്തികേടുകൾ, അങ്ങനെ വഴികേടിലായി. പക്ഷെ അവൻ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാണ്, നീ എന്നെ വഴിപയച്ചത് കാരണം അവരുടെ ചൊവ്വായ ശരിയായ സിറാത്തുൽ മുസ്തഖീമിന്റെ അവിടെ ഞാൻ ചെന്നിരിക്കും. എന്നിട്ട് അവരുടെ മുന്നിൽ കൂടെ ഞാൻ ചെല്ലും, അവരുടെ പിന്നിൽ കൂടെ ചെല്ലും, അവരുടെ വലഭാഗത്തിൽ കൂടെ, അവരുടെ ഇടഭാഗത്തിൽ കൂടെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലും. ബഹുഭൂരിഭാഗം ആളുകൾ നന്ദിയുള്ളവരായിട്ട് അള്ളാഹുവെ നിനക്ക് ലഭിക്കുകയില്ല. ഇങ്ങനത്തെ ഒരു ശക്തമായ വാക്ക് അള്ളാഹുവിനോട് പിശാച് പറഞ്ഞു പോന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിൽ കൂടി പിശാച് നിങ്ങൾ വഴിപഴപ്പിക്കാനുണ്ടാകും. അതുകൊണ്ട് അവന്റെ ആ പറയുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അവൻ വഴിപഴപ്പിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ നിങ്ങൾ കരുതിയിരിക്കണം. നിങ്ങൾ അവന്റെ കാലടിപ്പാടുകൾ, ഖുതുവാത്ത് എന്ന പ്രയോഗം, ഖുതുവാത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ കാലടി ഒന്നിന്റെ പിന്നിൽ, പിന്നീട് അതിന്റെ മുന്നിൽ, പിന്നീട് അതിന്റെ മുന്നിൽ, ഖുതുവാത്തുകൾ. പിശാചങ്ങനെ ഒരു മനുഷ്യനെ ഒറ്റടിക്ക് അവൻ വഴികേടിലേക്ക് ഒറ്റടിക്ക് കൊണ്ടുപോയി തള്ളുകയില്ല. പിശാചിന് മാത്രമുള്ള തന്ത്രങ്ങളും കഴിവുകളും ഇല്ലതാ. അവൻ ആദ്യം ഒരു സ്റ്റെപ്പ് കൊടുക്കും, പിന്നീട് അതിലേറെ കുറച്ചുകൂടി വഴികേടിലേക്ക് പോകുന്ന മറ്റൊരു സ്റ്റെപ്പ് കൊടുക്കും, പിന്നീട് മറ്റൊരു സ്റ്റെപ്പ്, അങ്ങനെ ഘട്ടങ്ങളായിട്ടാണ് മനുഷ്യരായ ആളുകളെ പിശാച് വഴിപഴപ്പിക്കുക എന്നാണ് ഖുതുവാത്ത് എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ നിന്ന് പണ്ഡിതന്മാരെന്ന് വിശദീകരിക്കലുണ്ട്. അപ്പൊ മനുഷ്യരായ ആളുകളെ ശരിയായ മാർഗത്തിൽ നിന്ന് പഴപ്പിക്കാൻ വേണ്ടി പിശാച് അവന് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വര വരച്ചു. എന്നിട്ട് ഫഖാല, പ്രവാചകൻ പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഈ നേരായ ചൊവ്വായ ഈ വര ഇത് അള്ളാഹുവിന്റെ മാർഗമാണ്. അതിന്റെ ശേഷം ആ പറയുന്ന ഖത്തൻ വാഹിദ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഇടത്തും വലത്തുമായിട്ട് ഒരുപാട് വരകൾ വേറെയും വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ഖുതത്തുൻ, ഇതൊക്കെ പിശാചിന്റെ വഴികളാണ്. നേരായ ചൊവ്വായ മാർഗത്തിന്റെ ഇടത്തും വലത്തുമുള്ള ഇതൊക്കെ പൈശാചികമായ വഴികളാണ്. ധാരാളം വഴികളും മാർഗങ്ങളും ഉണ്ടാകും. ആ പറയുന്ന മാർഗത്തിൽ ഒരാള് സഞ്ചരിക്കുന്ന പക്ഷം അവൻ വഴികേടിലാകും. ആദ്യം വരച്ച വഴിയെ കുറിച്ച് അതിന്റെ ഇടത്തും വലത്തും ഒരുപാട് വരകൾ വരച്ചു പറഞ്ഞു. ഇതൊക്കെ വഴി പേഴ്ച വഴികളാണ്. ആ ഓരോരോ വഴികളിലും പിശാചുകൾ ഉണ്ട് താൻ. അതിൽ സഞ്ചരിക്കുന്ന മനുഷ്യനെ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് പകരം, അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതിന് പകരം നരകത്തിലേക്ക്, അള്ളാഹുവിന്റെ ശാപകോപത്തിലേക്ക് ആ മനുഷ്യനെ പിശാച് കൊണ്ടുപോയി തള്ളും. അവന്റെ ആ മാർഗങ്ങളിലേക്ക് ക്ഷണിക്കും എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, ഇതാണ് എന്റെ ശരിയായ മാർഗം. അള്ളാഹു എനിക്ക് അറിയിച്ചു തന്ന ഖുർആൻ സുന്നത്തിന്റെ അള്ളാഹുവിന്റെ ശറഅാകുന്ന മാർഗം ശരിയാക്കില്ല, നിങ്ങൾ അതിനെ പിന്തുടരണം എന്ന് പറഞ്ഞു. ഇബ്നു ഹിബ്ബാൻ റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. അപ്പൊ ചുരുക്കത്തിൽ സിറാത്തുൽ മുസ്തഖീം എന്നതാണ് ആ പറയുന്ന മാർഗത്തിൽ നിന്ന് ആളുകളെ പ്രയത്നിക്കാനുള്ള പല സംവിധാനങ്ങൾ, പിശാച് അടക്കമുള്ള മറ്റു പല മാർഗങ്ങളും വഴികളും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടെ, വളരെ കരുതലോടുകൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് പിന്നെ വ്യതിചലിച്ചു പോകാൻ പല കാര്യങ്ങളും സാഹചര്യങ്ങളും കൊണ്ടുവരാൻ നമ്മൾ ജീവിക്കും. അള്ളാഹുവിന്റെ പരീക്ഷണമായിക്കോട്ടെ. ഈ വ്യതിചലനങ്ങൾ പല ആളുകൾക്കും പല രൂപത്തിലായിരിക്കും. പല ആളുകൾക്കും ഈ വ്യതിചലനങ്ങൾ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന്റെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ചില ആളുകള് അവര് നല്ല നിലയ്ക്ക് ഈ പറയുന്ന ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ അവരെന്താകും, ഈ പിശാചിന്റെ മാർഗങ്ങൾ, തെറ്റായ കാര്യങ്ങൾ അവർക്ക് വരും. പക്ഷെ അവർ തെറ്റായ കാര്യങ്ങൾ അറിയുകയും അതിനെക്കുറിച്ച് അവരുടെ മുന്നിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക്
അവർ തീരെ പഠിച്ചവരായിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളായിരിക്കും. മനുഷ്യ സഹജമായിട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ പേരിലോ മറ്റു ഏതെങ്കിലും കാരണത്താൽ തെറ്റായ വഴിയിലേക്ക് ട്രാക്ക് അവരുടെ വഴി തെറ്റുന്ന അവസ്ഥ ചിലപ്പോൾ അവർക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകൾ എത്രയും പെട്ടെന്ന് അവർ ഉത്ബുദ്ധരാകുകയും അവര് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവരിലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങുകയും ഖേദിക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത് ആ തെറ്റായ വഴിയിൽ നിന്ന് ശരിയായ മാർഗത്തിലേക്ക് പെട്ടെന്ന് അവർ മടങ്ങി വരും. അവർ ട്രാക്ക്, അവരുടെ വഴി അവർ ശരിയാണ്. അതിനവർക്ക് വ്യക്തമായ അറിവും ആ അറിവനുസരിച്ചുള്ള പക്വതയും കാര്യങ്ങളും ബോധങ്ങളും ഉണ്ടാവണം. അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഫയസ്ലമും ഇന്ന് അപകടത്തിൽ നിന്ന്, അവരുടെ പരാജയത്തിൽ നിന്ന്, പേഴ്ച മാർഗത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. തൗബയും പശ്ചാത്താപവും അല്ലാഹു സ്വീകരിച്ച് ഇങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാകും. മറ്റൊരു വിഭാഗം ആളുകള് അവർ അകപ്പെട്ട ഈ തെറ്റിനെ കുറിച്ച് അവർ ബോധവാന്മാരാകും. തെറ്റാണ് എന്നവർക്ക് മനസ്സിലാകും, എന്റെ വഴി ശരിയല്ല എന്നവർക്ക് ബോധ്യപ്പെടും. പക്ഷേ പല സമ്മർദ്ദങ്ങളും മറ്റുള്ള കാരണങ്ങളും അവർക്ക് ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ പലപ്പോഴും കഴിയാതെ വരും. തെറ്റായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. അവരുടെ മനസ്സിന്റെ, അവരുടെ ശരീരത്തിന്റെ തോന്നിപ്പിക്കലുകളും അതിന്റെ ചിന്താഗതികൾ ഉണ്ടാകും. ഇങ്ങനത്തെ പല വിഷയങ്ങളിൽ ആദ്യം പറഞ്ഞ ആളുകളെ പോലെ ശരിയായ മാർഗത്തിലേക്ക് പെട്ടെന്ന് ഇവർക്ക് തിരിച്ചു വരാൻ ചിലപ്പോൾ പ്രയാസമാകും. അവരാ തെറ്റിൽ തന്നെ തുടർന്നു പോകും. ചില സമ്മർദ്ദങ്ങളുടെ പേര് എങ്ങനെ എന്റെ കുടുംബത്തിൽ ഒഴിവാക്കും, ഇത്തരക്കാരുള്ള കൂട്ടുകാരിൽ നിന്ന് എങ്ങനെ ഞാൻ മാറി നിൽക്കും, ഞാൻ എന്റെ ആളുകൾ വിളിക്കുന്ന സദസ്സുകളിലേക്കൊക്കെ പോയില്ലാന്ന് ഞാൻ ഒറ്റപ്പെടും. ഇങ്ങനത്തെ പലജാതി വസ്വാസികളും ചിന്താഗതികളും പിശാചവന്റെ മനസ്സിലിട്ട് തെറ്റാണ് എന്ന് അറിഞ്ഞാൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ചില നിസ്സഹായ അവസ്ഥകൾ ചില ആളുകൾക്ക് അനുഭവപ്പെടും. ഇങ്ങനത്തെ ആളുകളാണെങ്കിൽ അവര് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകുന്നതിനനുസരിച്ച് ഖൈർ, നന്മ അവർക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവന്റെ ആ വ്യതിചലനത്തിന്റെ ശാപം, അതിന്റെ നാശം അവന് പിടികൂടാനും സാധ്യതയുണ്ട്. അത് ഭയപ്പെടുകയും തെറ്റായ കൂട്ടുകാരെ കൂടെ മനസ്സിൽ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ കുടുംബം എന്നാകട്ടും അതിന് കൂട്ടുകാരനെ ഒഴിവാക്കും, ഞാൻ ഒറ്റപ്പെടും, അതല്ലെങ്കിൽ മറ്റുള്ള ഭീഷണികൾ വരും, എന്റെ ജോലിയെ ബാധിക്കും, എന്റെ മറ്റുള്ളതിന്, ഇങ്ങനത്തെ ചിന്താഗതികളിൽ കൂടെ മനസ്സിന് ഇഷ്ടമല്ലെങ്കിൽ പോലും ചീത്ത കൂട്ടുകെട്ടും ഈ പറയുന്ന തെറ്റുകളിൽ കൂടെ പോയി വ്യതിചലനത്തിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവന്റെ ഈ തെറ്റിന്റെ കാരണം, അതിന്റെ ശുഭവും അതിന്റെ നാശവും അതിന്റെ ദൂഷ്യവും കാരണം അവൻ അതിനായിട്ട് മരണപ്പെടുന്ന ഒരവസ്ഥ. ആ സാഹചര്യത്തിൽ അവൻ വീണ്ടും തെറ്റിലേക്ക് കൂടുതൽ പോകുന്ന അവസ്ഥ അവൻ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആ വ്യക്തിയെ കുറിച്ച് പേടിക്കുകയും വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുഖ്തതൻ സൗദാഅ ഫീ ഖൽബി. ഒരു മുഅ്മിനായ മനുഷ്യൻ തെളിഞ്ഞ ഹൃദയത്തിൽ പരിശുദ്ധമായ പവിത്രമായ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുന്ന മുഅ്മിനാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവൻ തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി അത് കാരണം വെളിപ്പെടുത്തൽ വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളി വന്ന് വീഴുന്നത് പോലത്തെ ഒരവസ്ഥ കൂടെ മനസ്സിലാക്കി തന്നു. അവൻ എത്രയും പെട്ടെന്ന് പശ്ചാത്തപിച്ചു, ആ തെറ്റിൽ നിന്ന് പിന്മാറി അല്ലാഹുവിനോട് പാപമോചനത്തിൽ തേടിയാൽ സുബീല ഖൽബുഹു, അവന്റെ ഹൃദയം തെളിഞ്ഞു പൂർവ്വസ്ഥിതിയിലായി, ആദ്യത്തെ രൂപത്തിൽ പരിശുദ്ധമായ പവിത്രമായ ഹൃദയത്തിന്റെ ഉടമയായി. നേരെ മറിച്ച് അവൻ ആ തെറ്റാദ്യം ചെയ്തു, അതിന് ഈ പറയുന്ന പശ്ചാത്താപം കാര്യങ്ങളില്ലാതെ ഏതെങ്കിലും സാഹചര്യത്തിന്റെ പേരിൽ, ഏതെങ്കിലും ന്യായീകരണത്തിന്റെ പേരിൽ വീണ്ടും തെറ്റിലേക്ക് മുന്നേറിയാൽ ഇതുപോലത്തെ കറുത്ത കുത്തുകൾ അവന്റെ ഹൃദയത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആ മൂടിയാണ്. സത്യനിഷേധികളായ ആളുകളായിട്ട് മരിക്കുക, അവർ ഈ ലോകത്തിന് തിരിഞ്ഞു പോകാൻ, അവർ തെറ്റ് ചെയ്തു, വീണ്ടും ചെയ്തു, സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ മറ്റുള്ള ന്യായീകരണങ്ങളോ ഏത് പേരിലാണെങ്കിലും അങ്ങനെ ചെയ്ത് പിന്നീട് അവരുടെ ഹൃദയം തെളിയാതെ വൃത്തിയാവാതെ അതിലൊരു മൂടി വന്ന് കടന്നു. അങ്ങനെ മൂടി വന്ന് കടന്നാൽ നന്മ പിന്നീട് അവർക്ക് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാത്തൊരവസ്ഥയിലേക്ക്. നേരെ മറിച്ച് അവർ തെറ്റിൽ നിന്ന് ആദ്യം ഒരു തെറ്റ് ചെയ്തു, പശ്ചാത്തലിച്ചു, വീണ്ടും ശരിയായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വന്നാൽ അൽഹംദുലില്ലാഹ് അവർ വിജയിച്ചു. പിന്നീട് തെറ്റുകളും പാപങ്ങളും വരുമ്പോ നോക്കിയാൽ മതി. നേരെ മറിച്ചിട്ട് തെറ്റാണ് എന്ന് അറിയുകയും അതിൽ നിന്ന് ഏതെങ്കിലും ന്യായീകരണത്തിന്റെ പേരിൽ, കാരണത്തിന്റെ പേരിൽ പിന്മാറാതെ വീണ്ടും അതിലേക്ക് വീണ്ടും തെറ്റുകൾ പാപങ്ങൾ വന്ന് പിന്നീട് അവരുടെ ഹൃദയത്തിന്റെ പേരിൽ മൂടി വന്ന് വീണാൽ പിന്നീട് സത്യം ഉൾക്കൊള്ളാൻ അതിന് കഴിയുകയില്ല. നന്മയിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് മടങ്ങി വരാൻ അവർ സാധിക്കുകയും ഇങ്ങനത്തെ ചില ആളുകളുണ്ട്. ഇബ്നു മാജാ റഹ്മഹുല്ലാഹ്, ഇമാം തുർമുദി, നസായി റിപ്പോർട്ട് സഹിഹായ ഹദീസാണ്. അതേപോലെ മറ്റൊരു വിഭാഗം ആളുകൾ അവർ ഇതിലേറെ അപകടം പിടിച്ചവരാണ്. മല്ല യൻതബിഹു ലിഹാലിഹി, തെറ്റേ അവർ ചെയ്യുന്നുള്ളൂ, ശരിയായ സിറാത്തുൽ മുസ്തഖീമിനെ വ്യതിചലിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്.
പക്ഷെ അവൻ അറിയുന്നില്ല ഞാൻ ശരിയായ ട്രാക്കിൽ നിന്ന് വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് എന്നറിയുന്നില്ല. ദിനം പ്രതി തെറ്റുകളിലും പാപങ്ങളിലും വൃത്തികേടുകളിലും ശരിയായ മാർഗത്തിൽ വ്യതിചരിച്ച കാര്യങ്ങളിൽ ദിനം പ്രതി അവന്റെ ശരീരത്തിനെ അവൻ മുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും തെറ്റുകളും പാപങ്ങളുമാണ്, തെറ്റാണ് ഞാൻ ചെയ്യുന്നത്, എന്റെ അടുത്ത് തെറ്റുണ്ട് എന്നുള്ളത് അറിയാത്ത ഒരു അശ്രദ്ധയുടെ ലോകത്തൊരാൾ ജീവിക്കുകയാണെങ്കിൽ, ശരിയായ മാർഗം അവൻ അന്വേഷിക്കാനും മനസ്സിലാക്കാനും അതിലേക്ക് തിരിച്ചു വരാനും തയ്യാറാവാതെ ഒരു അശ്രദ്ധയുടെ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ പക്ഷെ അവൻ മരിക്കുന്നത് ആ ഒരു അവസ്ഥയിലായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ചില ആളുകൾ തെറ്റ് ചെയ്യും, പാപങ്ങൾ ചെയ്യും. അങ്ങനെ മരണം മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ പറയും ഞാൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു. അങ്ങനത്തെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത് അവൻ മുങ്ങി നശിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഇന്ന് ബനു ഇസ്രായേൽ വിശ്വസിച്ച അള്ളാഹുവിനെ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആ തൗബയാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയും തെറ്റുകളിലും പാപങ്ങളിലും ശരിയായ മാർഗത്തിൽ വ്യതിചലിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് രോഗമാകുമ്പോൾ പ്രായമാകുമ്പോൾ മരിക്കാൻ പോകും ഞാൻ പശ്ചാത്തപിക്കാം എന്ന് വ്യാമോഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഒരു പക്ഷേ അവന് ലഭിച്ചു കൊള്ളണമെന്നില്ല, അള്ളാഹു അവരെ നൽകിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ആളുകളെ തൗബ മരണം മുന്നിൽ കാണുമ്പോൾ അവർ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, സത്യനിഷേധികളായി മരണപ്പെടുന്നവരുടെ തൗബയും അള്ളാഹു സ്വീകരിക്കുകയില്ല, അവർക്ക് അതികഠിനമായ ശിക്ഷയുണ്ട്. നാലാമത്തെ മറ്റൊരു വിഭാഗം മൻ യൻഹരിഫ്, ശരിയായ മാർഗത്തിൽ വ്യതിചലിക്കും, വയൻഫതിഹു അലൈഹി ബാബു ശുബ്ഹാത്തി വബാബു ശഹവാത്ത്, ആശയക്കുഴപ്പങ്ങൾ ശരിയായ മൻഹജിന്റെ ശരിയായ വിശ്വാസത്തിന്റെ ആദർശത്തിനോട് വിരുദ്ധമായ ശിർക്കിന്റെ കാര്യങ്ങൾ, വിദഅത്തിന്റെ കാര്യങ്ങൾ, സത്യനിഷേധത്തിന്റെ കാര്യങ്ങൾ, മതനിഷേധത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ പലജാതി വിഷയങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരും. വാർത്താമാധ്യമങ്ങളിൽ കൂടെ വരും, അവന്റെ സഹവാസത്തിൽ കൂടെ വരും, കൂട്ടുകാരിൽ നിന്ന് വരും, കുടുംബത്തിൽ നിന്ന് വരും, അവൻ ഇടപെടുന്ന സമൂഹത്തിൽ നിന്ന് വരും, പല ജാതി ഈ പറയുന്ന ആശയക്കുഴപ്പങ്ങൾ വരും. അതേപോലെ തന്നെ വൈകാരികമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരും. അതോടുകൂടെ അവൻ വിചാരിക്കുകയും ചെയ്യും അതോടുകൂടെ ഞാനാണ് ഏറ്റവും നല്ല, ഏറ്റവും മുവഹിദായ ആള് ഞാനാണ്, ഏറ്റവും നല്ല മുഅ്മിൻ ഞാനാണ്. ഈ താടി വെച്ചവരൊക്കെ, ഈ സലഫിയാള് എന്ന് പറഞ്ഞവരൊക്കെ അവരാണ് പ്രശ്നക്കാർ, അവരെടുത്താണ് തെറ്റ്. നേരെ മറിച്ച് ഞാൻ ഈ പോകുന്ന കാര്യങ്ങൾ സമൂഹത്തിനോട് യോജിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ഇടപെട്ട് എല്ലാ വിഷയങ്ങളും നല്ലതാണ് എന്ന് അംഗീകരിച്ചു കൊടുത്തു പോകുന്ന എന്റെ ഈ കാര്യങ്ങളാണ് ശരി എന്നും അവർ വിചാരിക്കും. സ്വർഗത്തിലേക്ക് ഏറ്റവും ആദ്യം മുൻകടന്നു വരുന്ന, മത്സരിച്ച് മുന്നേറുന്ന വ്യക്തി ഞാനാണ് എന്ന ധാരണയും അവരുണ്ടാവും. അവർ യഥാർത്ഥത്തിൽ ശരിയായ അഖീദ വിശ്വാസത്തിൽ നിന്ന്, ശരിയായ മൻഹജിൽ നിന്ന്, ശരിയ സുന്നത്തിൽ നിന്ന്, ശരിയായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച വ്യക്തിയാണ്. പക്ഷെ അവൻ വിചാരിക്കുന്നത് ഞാനാണ് ശരി, എന്റെ ഭാഗമാണ് നല്ലത്, ഞാനാണ് ശരിയായ മുസ്ലിം എന്ന് വിചാരിക്കും ചെയ്താൽ പിന്നീട് അവൻ തിരുത്താൻ തയ്യാറാകൂല. എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളെ വിമർശനത്തിന്റെ കണ്ടുകൊണ്ട് അവൻ കാണും ചെയ്യും. അവന്റെ ചുറ്റുഭാഗത്തുമുള്ള സമൂഹത്തിന് വില കുറഞ്ഞു കാണും. എന്ന് മാത്രമല്ല അവന്റെ സഹോദരങ്ങളെ പോലും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ പോലും കുറ്റക്കാരും മോശക്കാരുമായി ചിത്രീകരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് ഇങ്ങനത്തെ ആളുകൾ. ഇതൊക്കെ എവിടെയാണ് എന്നൊന്നും നമ്മൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ശരിയായ അഖീദയിൽ നിന്ന് വ്യതിചലിച്ച ശിർക്കിന്റെയും കുഫ്റിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും കാര്യങ്ങൾ ധാരാളം ചെയ്യുന്ന ആളുകളായിരിക്കും. അതോടുകൂടെ അവർ പറയും ഞങ്ങളാണ് ശരിയായ മുസ്ലിമീങ്ങൾ, ഞങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ മുഖർറബീങ്ങളായ ജന്നാത്തുൽ ഫിർദൗസിന്റെ ആളുകൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകൾ ധാരാളമാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ അവർ ശരിയായ അഖീദയും മൻഹജും സലഫിയത്തും സുന്നത്തും മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളാണെങ്കിൽ അവരെയും, പ്രായമുള്ളവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, പരസ്യമായ വ്യക്തമായ ചിഹ്നങ്ങൾ സ്വീകരിക്കുന്ന ആളുകളെ മോശക്കാരായി കാണുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽ ധാരാളമുണ്ട്. ഇങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. ഈ പറയുന്ന ആളുകള് വളരെ അപകടകരമായ, ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയിലാണ്. അവരുടെ വ്യതിചലനത്തിൽ നിന്ന്, തെറ്റിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരികയില്ല, അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യുകയില്ല. ഇങ്ങനെയൊക്കെ പല ആളുകളും വ്യതിചലിച്ചു പോയ ആളുകൾ പല രൂപത്തിലുണ്ട്. ദീനുൽ ഇസ്ലാമിൽ നിന്ന്, ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ശരിയായ മൻഹജിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചു പോകാൻ ഏറ്റവും വലിയ ഒരു കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും അകലുക എന്നുള്ളത് തന്നെയാണ്. ശരിയായ നിലക്ക് ഖുർആനും ശരിയായ നിലക്ക് അള്ളാഹുവിന്റെ റസൂലും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കാൻ ഒരാൾ ശ്രമിക്കുകയും തയ്യാറാവുകയും ചെയ്താൽ
അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് അവർ സിറാത്തുൽ മുസ്തഖീമിൽ നിലനിൽക്കാൻ കഴിയും. നേരെ മറിച്ച് ആ ഖുർആനിൽ നിന്ന് എത്രത്തോളം ഒരാൾ അകന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് എത്രത്തോളം ഒരാൾ അകന്നു, നമ്മൾക്ക് ഓരോരുത്തർക്കും നമുക്ക് മാർക്കിടാൻ പറ്റും. നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാക്കാനും പറ്റും. ഖുർആനുമായി എന്റെ ബന്ധം എത്രത്തോളം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഞാൻ എത്രത്തോളം പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ശരിയായ സ്രോതസ്സിൽ നിന്ന്, ശരിയായ ആളുകളിൽ നിന്ന് ഞാൻ എത്രത്തോളം അത് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എത്ര ബന്ധമുണ്ട് എന്ന് ഒരാള് അവൻ ചിന്തിച്ചാൽ അവന് മാർക്കിടാൻ കഴിയും സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ എത്രത്തോളം ഉണ്ട് എന്ന്. എന്റെ ശരിയായ സിറാത്തുൽ മുസ്തഖീമിന്റെ ലെവൽ എവിടെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകല എന്ന് പറയുന്നതാണ് വ്യതിചലനത്തിന്റെ ഏറ്റവും മുഖ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതാണ് അതിൽ നിന്ന് ഒരാള് മാറി നിൽക്കുക എന്ന് പറയുന്നത്, ഖുർആനും സുന്നത്തുമായുള്ള ബന്ധം അവനില്ലാതിരിക്കുക എന്ന് പറയുന്നത്. ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഏറ്റവും മുഖ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ഖുർആൻ ഒരാൾ ഒഴിവാക്കുക എന്ന് പറയുന്ന മനുഷ്യന്റെ പരാജയത്തിനുള്ള വഴി സ്വീകരിച്ചു. ഇന്ന് നമ്മുടെ മുസ്ലിമീങ്ങളിൽപ്പെട്ട പല ആളുകളും ഖുർആനിനെ പലരും പാരായണം ചെയ്യരുത് തന്നെയില്ല, അപൂർവമായിട്ടല്ല. ചിലപ്പോൾ റമദാന് വന്നാൽ, ചിലപ്പോൾ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫാണ്, അതല്ലെങ്കിൽ തിരക്കിന്റെ ഇടയിൽ കൂടെ ഒരു ദിവസം ഒരാൾക്ക് ഒരൽപ്പം ഖുർആൻ പാരായണം ചെയ്യാം. അതിനർത്ഥം പഠിക്കൽ വേറെ, ചിന്തിക്കൽ വേറെ, അമലാക്കൽ വേറെ. പാരായണം ചെയ്യാൻ പോലും സമയമില്ലാത്ത പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മളിൽപ്പെട്ട പല ആളുകളും ഉള്ളത്. ഒരാളിനി പാരായണം ചെയ്തു എന്നതിന്റെ തദബ്ബറും അവർ ചിന്തിക്കൂല, അതിലുള്ള ആശയങ്ങളും കാര്യങ്ങളും ഉദ്ബോധനം അവർക്ക് ലഭിക്കുകയില്ല, ഉറ്റാലോചിക്കുകയില്ല. അതേപോലെ വലം യാസിമു അലൽ ഇഹ്തിദാഇ ബിഹുദാ, ഖുർആനിൽ പറഞ്ഞ സന്മാർഗത്തിന്റെ വഴികളും കാര്യങ്ങളും സ്വീകരിക്കാൻ തയ്യാറാകൂല. വഹജറുൽ ഖുർആനി അയ്യുഹൽ ഇഖ്വത്തു കമാ ബയ്യന അൽ-അല്ലാമത്തു ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ നസാദുൽ മആദിലൊക്കെ ഈ സംഭവം പറയുന്നുണ്ട്. ഖുർആനിനെ ഒരാൾ ഹജർ ചെയ്യുക എന്ന് പറയുന്നതിന്റെ പല രൂപങ്ങൾ. ഒന്നാമത് അദ്ദേഹം പറയുന്നത് ഹജറു സമാഇഹി വൽ ഇസ്ഗാഇ ഇലൈഹി വഹജറു തിലാവതിഹി, പാരായണം ചെയ്യാതിരിക്കും. ഖുർആൻ പാരായണം മറ്റാരെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കും, അത് കേട്ട് ശ്രദ്ധിക്കാതിരിക്കുക. അത് ഏറ്റവും ആദ്യത്തെ ഖുർആൻ ഒഴിവാക്കുന്ന രൂപമാണ്. രണ്ടാമത് ഹജറുൽ അമലി ബിഹി, ഖുർആൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അമൽ ചെയ്യാതിരിക്കും. വൽ വഖൂഫ് ഇൻദ ഹലാലിഹി വ ഹറാമിഹി, ഖുർആൻ ഇന്ന കാര്യം ഹലാലാണ് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞ അതനുസരിച്ച് ജീവിക്കാതിരിക്കുക. അവന് തോന്നുന്നത് പോലെ ഹലാല്, തോന്നുന്നത് പോലെ ഹറാം. അവന്റെ നഫ്സിനും അവന്റെ ഇച്ഛക്കും ദേഹ ഇച്ഛകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അള്ളാഹു ഹറാമാണ് എന്ന് അത് ഒഴിവാക്കാൻ തയ്യാറല്ല. അള്ളാഹു ഹലാലാണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് നിർവഹിക്കാൻ തയ്യാറല്ല. പാരായണം ചെയ്യുന്നുണ്ടാകും, അത് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കലാമാണ്, നമ്മൾ വിശ്വസിക്കേണ്ടതാണ്, ഇതനുസരിച്ച് ചെയ്യേണ്ടതാണ്, വിശ്വാസം ഉണ്ടാകും, പക്ഷെ അമലിൽ കൊണ്ടുവരാതെ. ദീനിന്റെ ഓരോ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളും അമല് ആയിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണെങ്കിൽ ആ ഖുർആനിൽ വിധികർത്താവായിട്ട് സ്വീകരിക്കാതിരിക്കും. അള്ളാഹുവിന്റെ പറഞ്ഞതാണ്, കലാസ്നാനത്ത് കേട്ടു, വിശ്വസിച്ചു, അംഗീകരിച്ചു. അള്ളാഹുവിന്റെ കാര്യം ഹറാമാക്കിയതാണ്, ഞാൻ ആ കാര്യം ഒഴിവാക്കി, അത് തയ്യാറായി എന്ന് പറഞ്ഞ ഖുർആനായിരിക്കണം നമ്മുടെ വിധികർത്താവായിട്ട് സ്വീകരിക്കേണ്ടത്. അതിന് തയ്യാറാകാതിരിക്കും. ഇതിന്റെയായ വിധികളും നിയമങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിന്റെ പല ജാതി വിധികളും നിയമങ്ങളും കൽപ്പനകളും ആദർശങ്ങളും ഉണ്ട്. അതിലേക്കൊക്കെ പോയി ഖുർആൻ യാതൊരു പരിഗണനയും കൊടുക്കാൻ, അതിനെ വിട്ടാലോചിക്കാനും അതിൽ പറഞ്ഞ ആശയങ്ങളും ആദർശങ്ങളും മനസ്സിലാക്കാതെ ഒഴിവാക്കും. അള്ളാഹുവിന്റെ കലാമാണ്, അവനാണ് സംസാരിച്ചത്. എന്താണ് അള്ളാഹു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് അള്ളാഹു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകാതിരിക്കും. അതേപോലെ അഞ്ചാമത് ഹജറുൽ ഇസ്തിശ്വാഇ വത്തദാവി ബിഹി ഫി ജമീഇ അംറാദിൽ ഖുലൂബി വൽ അബ്ദാൻ, മനസ്സുകളും ശരീരങ്ങൾക്കും നേരിടുന്ന രോഗങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ശമനത്തിന് വേണ്ടി ഈ ഖുർആനെ സ്വീകരിക്കാതിരിക്കും. എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ അത് മനസ്സിൻ്റെതാണെങ്കിലും ശരീരത്തിൻ്റെതാണെങ്കിലും ഡോക്ടറെടുത്തേക്ക് പോയി ഭൗതികമായുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കുക എന്നല്ലാതെ ഖുർആൻ യാതൊരു സ്വാധീനവും ഇല്ലാത്ത നിലക്ക് അതിനെ ഒഴിവാക്കി. അള്ളാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആനിന്റെ ഹിദായത്തും ശിഫയും റഹ്മത്തുമായിട്ടാണ് നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത്. നാം അനുഭവപ്പെടുന്ന ഏതേതൊക്കെ പ്രയാസങ്ങളുണ്ടോ, ശാരീരികമായതുണ്ടോ മാനസികമായതുണ്ടോ, അതിന് മുഴുവൻ ശമനമായി കൊണ്ട പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്. നമുക്ക് സന്മാർഗം
സ്വീകരിക്കാൻ വേണ്ടി പഠിച്ച് മനസ്സിലാക്കി അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മോടുള്ള റഹ്മത്ത് കൊണ്ട്, കാരുണ്യം ആയിക്കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനെ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് സ്വീകരിക്കാതെ ശരീരത്തിനും ഹൃദയങ്ങൾക്കുമുള്ള രോഗങ്ങൾക്ക്, അതിന്റെ വിപത്തുകൾക്ക് അതിന്റെ ശമനം സ്വീകരിക്കാതിരിക്കും. അള്ളാഹു അവർക്ക് നൽകിയ ഈ ശമനത്തിന്റെ, ഈ ചികിത്സയുടെ മാർഗമല്ലാതെ മറ്റുള്ളതിലേക്ക് രോഗശമനത്തിന് വേണ്ടി അന്വേഷിച്ചു പോകാം. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കന്നെ ഒഴിവാക്കാം. മുസ്ലിമീങ്ങൾ നല്ലൊരു വിഭാഗം ആളുകൾ അങ്ങനെ തൗഹീദിന്റെ ആളുകളാണ്, വേറുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് റുഖിയ എന്ന് പറയുന്ന ശർഈയായ റുഖിയയെ പൂർണ്ണമായിട്ട് തള്ളുന്ന ആളുകൾ നമ്മുടെ മുസ്ലിം സമൂഹങ്ങളുടെ കൂട്ടത്തിൽ, ഖുറാഫികളായ ആളുകൾ തെറ്റായ നിലക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും, ഇല്ലാത്ത കാര്യങ്ങൾ രോഗശമനത്തിനും മറ്റും വേണ്ടി ആളുകളെ ദുരുപയോഗം ചെയ്യും. തൗഹീദ് എന്ന് പറഞ്ഞു നടക്കുന്ന പല ആളുകളും റുഖിയകളും മന്ത്രങ്ങളും ഖുർആൻ കൊണ്ടുള്ള ഈ രോഗശമനം കാര്യങ്ങളും അതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നവൻ സത്യം ഇത് രണ്ടിന്റെയും ഇടയിലാണ്. സത്യം ഇത് രണ്ടിന്റെയും ഇടയിലാണ്. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും പരിശുദ്ധമായ ഖുർആനെ ഹജർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മനുഷ്യരെ അവർ നേരിടുന്ന അഭിമുഖീകരിക്കുന്ന ശാരീരിക മാനസികമായ സകല അസുഖങ്ങൾക്കും വിപത്തുകൾക്കുമുള്ള രോഗശാന്തി പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും ആളുകൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏതൊക്കെ വിപത്തുകളും ദുരിതങ്ങളും വിഷയങ്ങളും ഉണ്ടോ അതിനൊക്കെ പരിഹാരം പരിശുദ്ധ ഖുർആനിലുണ്ട് താൻ. പരിശുദ്ധ ഖുർആനിലുണ്ട് താൻ. പക്ഷേ പെട്ടെന്ന് ഒരാൾ ചികിത്സ എന്ന് കരുതി പോയി വിശ്വാസമില്ലാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോകുമ്പോഴേക്കിന് അവനൊരു പക്ഷേ രോഗശാന്തി ലഭിച്ചു കൊള്ളണമെന്നില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം അവസാനം ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, പരിശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് ശാന്തി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവന്റെ ശരീരത്തിനോ മനസ്സിനോ അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാന്തി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു രോഗശമനം നൽകാതിരിക്കട്ടെ. അവന് ദീനിലും ദുനിയാവിലുമുള്ള കാര്യങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഒരാൾക്ക് മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ കാര്യങ്ങൾ അവന് മതിയാകാതെ ഇരിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഉപദേശങ്ങൾ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദ് പോലത്തെ കിതാബുകളൊക്കെ വിഷയങ്ങൾ പറയുന്നു. പരിശുദ്ധ ഖുർആനും സുന്നത്തും ഒരാൾ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, അതിന് പകരമായിട്ട് ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ, സംഗീതങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അതിന് പ്രാധാന്യം കൊടുക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഖുർആനിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും പ്രാധാന്യം കൊടുക്കാതെ സംഗീതങ്ങൾ കേൾക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിക്കാനോ വേറുള്ള ആളുകളുടെ സംസാരങ്ങൾ കേട്ട് സമാധാനമടയാനോ പോകാൻ ശരിയായ മാർഗം വഴി ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്വീകരിക്കാതെ ഒരാൾ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അവന്റെ വഴികേടിന് ഏറ്റവും അവനെ വഴികേടിലാക്കുന്ന കാര്യങ്ങളാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ് സത്യം ദീന് കൃത്യമായി പറഞ്ഞു തരുന്ന പണ്ഡിതന്മാർ മുഖേന പരിശുദ്ധ ഖുർആനും റസൂലിന്റെ സുന്നത്തും പഠിക്കാൻ തയ്യാറാണ്. ഒരു ദിവസമോ ഒരു മണിക്കൂറോ അതിൽ കുറച്ചു കാലോ അതിലേക്ക് ചെറിയ പ്രായത്തിലോ മാത്രമല്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മിനൽ മഹ്ദി ഇലൽ ലഹ്, തൊട്ടിലിൽ മുതൽ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് വരെ, ഈ ലോകത്തിൽ നിന്നുള്ള മരിച്ചു പിരിയുന്നത് വരെ ഇൽമു തേടാൻ, ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ഇൽമു തേടാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിനൊരാൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്, ശരിയായ മൻഹജിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചു പോകാനുള്ള മറ്റൊരു കാരണം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ പോകുന്നുണ്ട്, ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഹദീസിന്റെ ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട്, ദീനിന്റെ ക്ലാസ്സുകൾ കേൾക്കാനും പഠിക്കാനും പോകുന്നുണ്ട്. പക്ഷേ അവനത് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവൻ പാരായണം ചെയ്യുന്ന പുസ്തകത്തിൽ എഴുതപ്പെട്ടത്, അവൻ പങ്കെടുക്കുന്ന സദസ്സിൽ വിശദീകരിക്കപ്പെടുന്നത്
ഈ ഉമ്മത്തിലുള്ള മുൻഗാമികളായ ഉത്തമരായ ആളുകൾ പഠിച്ച് മനസ്സിലാക്കിയ രൂപത്തിലല്ല. സമസ്തക്കാരുടെ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ടാകും, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഉറുദിയും ക്ലാസ്സുകളും ഉണ്ടാകും. അതില്ലെങ്കിൽ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്കുള്ള ഖുർആൻ ക്ലാസ്സുകൾ ധാരാളം അവിടെ ഇവിടെ ഉണ്ടാകും, ഖുതുബകൾ ഉണ്ടാകും, പ്രസംഗങ്ങൾ ഉണ്ടാകും, അവരെഴുതിയ പുസ്തകങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ഖുർആൻ പഠിക്കുന്നുണ്ട്, ഹദീസ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നവരുടെ ഉപദേശങ്ങളിലും സംസാരങ്ങളിലും എഴുത്തുകളിലും മുൻഗാമികളായ സലഫുകളായ ഉത്തമരായ ആളുകൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ രൂപത്തിലല്ലേ വിശദീകരിക്കുന്നു. ആ മനുഷ്യൻ അപകടത്തിൽപ്പെടും, ശരിയായ മൻഹജിൽ നിന്ന് വ്യതിചലിക്കും. പറഞ്ഞാൽ അവൻ ഖുർആൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്, പഠിക്കാൻ പോകുന്നുണ്ട്, മനസ്സിലാക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ, ഹദീസ് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ, അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ മുൻഗാമികളായ സലഫുകളായ ആളുകൾ ഈ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുന്നത്, അവർ കേൾക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ശരിയായ മൻഹജിൽ നിന്ന് അവർ വ്യതിചലിക്കും, ശരിയായ മൻഹജിൽ നിന്ന്, ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله.
10 മിനിറ്റ് ഒരു 5 മിനിറ്റ് കൂടി പറയാം. എന്താണ് അവസ്ഥ? പൂർത്തിയാക്കണം. സഹോദരങ്ങളെ, അപ്പൊ ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആന് പഠിക്കുക, സുന്നത്ത് പഠിക്കുക എന്ന് പറയുന്നത് മുൻഗാമികൾ പഠിച്ച് മനസ്സിലാക്കിയ രൂപത്തിൽ, അതേ രൂപത്തിലില്ലാതെ ഒരാൾ പഠിക്കാൻ പോയാൽ അവര് വഴികേടിലാകും, ശരിയായ മാർഗത്തിന് വ്യതിചരിക്കും. സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖദറിനെ നിഷേധിക്കുന്ന ആളുകളൊന്നും. മഅബദുൽ ജുഹനി എന്ന് പറയുന്ന മനുഷ്യൻ ഇറാഖിൽ ബസ്ര പട്ടണത്തിൽ വന്നു. ആ മനുഷ്യനെ കുറിച്ച് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംശയം ചോദിക്കാൻ വേണ്ടി യഹ്യ ഇബ്നു യഅ്മർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവർ നല്ല പഠിപ്പുള്ള ആളുകളാണ്, ഇൽമു പഠിക്കുന്ന ആളുകളാണ്, വിശദമായി ഇൽമു പഠിക്കുന്ന ആളുകളാണ്, കുട്ടികളാണെന്നുള്ളത്. പക്ഷെ അവർക്ക് പറ്റിയ തെറ്റിന് കാരണം സഹാബികൾ പഠിച്ച് മനസ്സിലാക്കിയത് പോലെയല്ല അവർ പഠിച്ചത് എന്നുള്ളത്. തീവ്രവാദ നിലപാടുള്ള ഖവാരിജുകൾ എന്ന് പറയുന്ന ആളുകൾ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ വരാൻ കാരണം അവർ സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാതെ ഭരണാധികാരികളുടെ തെറ്റ് കാണുമ്പോഴേക്കും എതിർക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ തീവ്രവാദ നിലപാടിലേക്ക് വന്നത്. അബ്ദുല്ലാഹ് ഇബ്നു സബഇ എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കണം, തങ്ങന്മാരെ പ്രവാചക കുടുംബത്തിനെ ആദരിക്കണം എന്ന് പറയുന്ന വാദഗതിയുമായി വന്നത്, ഷിയാക്കൾ റാഫിദികൾ വന്നത് സഹാബികൾ അഹ്ലുൽ ബൈത്തിന് കൊടുക്കുന്ന ആദരവ് പോലത്തെ ആദരവല്ലാതെ കൊടുത്തത് കൊണ്ടാണ്, അറിവും പഠിപ്പും ഇല്ലാത്തത് കൊണ്ടല്ല. ഖുർആൻ ക്ലാസ്സിൽ പോകുന്നു, ഹദീസ് പഠിക്കുന്നു, പുസ്തകം വായിക്കുന്നു എന്ന് കരുതി നാം സുരക്ഷിതരാണ് എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. അതേപോലെ വ്യതിചലനത്തിനുള്ള മറ്റൊരു കാരണം, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ചീത്ത കൂട്ടുകെട്ടുകളാണ്. ദുഷിച്ച ആളുകളുമായിട്ടുള്ള സഹവാസങ്ങൾ ഏത് രൂപത്തിലുള്ളതാണ്. വാപ്പയാണെങ്കിൽ, ഉമ്മയാണെങ്കിൽ, കുടുംബത്തിൽപ്പെട്ട പ്രമുഖരാണെങ്കിൽ, ജോലിയുള്ള സഹപ്രവർത്തകരാണെങ്കിൽ, തെറ്റായ ചീത്ത കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ അവരോട് കൂടുന്ന സഹവാസം സ്വാഭാവികമായിട്ടും അത് മനുഷ്യനെ, രോഗം എങ്ങനെ പടരുന്നു അതിലേറെ ആ മനുഷ്യന്റെ ആദർശത്തിനെ ബാധിക്കും. അസ്സാഹിബു സാഹിബൻ എന്ന കൂട്ടുകാര് അവർ നമ്മളെ ആകർഷിച്ച് വലിച്ചു കൊണ്ടുപോകും അവർ ആദർശത്തിലേക്ക്. രോഗം അതേ പകരുകയുള്ളൂ, ആരോഗ്യം പകരുകയില്ല എന്നുള്ളത് മനുഷ്യരെല്ലാവരും അറിഞ്ഞ ഈ അടുത്തു വന്ന രോഗങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് രോഗിയുടെ ഇടയിൽ ആരോഗ്യമുള്ള ഒരാളെ കൊണ്ടുപോയിട്ടാൽ ഈ രോഗികളിലേക്ക് മുഴുവൻ ആരോഗ്യം പകരുമോ? നേരെ മറിച്ച് ആരോഗ്യമുള്ള ഒരുപാട് ആളുകളുടെ ഇടയിൽ ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടാൽ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം അവന്റെ രോഗം ഇവരെ ബാധിക്കും. ഇത് സത്യമല്ല, ബുദ്ധിയുള്ള ആളുകൾ അംഗീകരിച്ച കാര്യങ്ങളല്ലേ. ഈ പറയുന്ന തെറ്റുകൾ, വ്യതിചലനം എന്ന് പറയുന്നത് സിറാത്തുൽ മുസ്തഖീമിൽ വ്യതിചലിക്കാൻ എന്നത് ഏറ്റവും മാരകമായ രോഗമാണ്. ഇന്ന് നമ്മൾ ഭൗതികമായി കാണുന്ന രോഗത്തിലേറെ അപകടകരമായ രോഗമാണ്. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ട് ഒഴിവാക്കണം. അങ്ങനത്തെ കൂട്ടുകെട്ട് ഒഴിവാക്കിയാൽ എനിക്ക് പിന്നെ കൂട്ടുകാരുണ്ടാകൂല, ഞാൻ എന്ത് ജീവിക്കും? അള്ളാഹുവിനോട് സാലിഹ്യങ്ങളായ കൂട്ടുകാരെ നിങ്ങൾ തേടിക്കൂടി. ജലീസുൻ സാലിഹിൻ, അള്ളാഹുവെ നല്ല കൂട്ടുകാരെ കൊണ്ട് നീ എന്നെ സഹായിക്കാൻ. സഹാബികളിൽ സദസ്സിൽ നാട്ടിൽ ചെന്നാൽ അപരിചിതരായ ആളുകൾ ഉണ്ടാകുമ്പോൾ ആരാരെന്ന് അറിയാതിരിക്കുമ്പോൾ അവർ ദുആ ചെയ്യുമായിരുന്നു. പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു, അള്ളാഹുവെ നല്ല ഒരു ജലീസ്, ഒരു കൂട്ടുകാരനെ കൊണ്ട് നീ എന്നെ സഹായിക്കണം അപരിചിതമായി നാട്ടിൽ എന്ന് പറഞ്ഞു. അവർക്ക് നല്ല ആദരണീയരായ ആളുകളെ ലഭിക്കുമായിരുന്നു. ചീത്ത കൂട്ടുകെട്ട്. അതേപോലെ തന്നെ വ്യതിചലനത്തിലുള്ള മറ്റ് കാരണങ്ങൾ ധാരാളമുണ്ട്. ഇന്ന് ഉള്ള സോഷ്യൽ മീഡിയകളും സംവിധാനങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആളുകൾ തെറ്റായ ദിശയിലേക്കും മറ്റും പോകാനുള്ള ഒഴിവ് സമയം എന്ന് പറയുന്നത്, ദീനിലും ദുന്യാവിലുമുള്ള ഒരു പണിയുമില്ലാതെ വെറുതെ സമയം പാഴാക്കുക. ബസ് സ്റ്റോപ്പുകളിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലും കാലി സ്ഥലങ്ങളിലും കടകളിലും മറ്റും പോയി ആളുകൾ അവിടെ ചെന്ന് സമയം പാഴാക്കുക. ദീനിൽ ഉപകാരമുള്ള കാര്യങ്ങൾ, ദുന്യാവിൽ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. ഏതാണെങ്കിലും ഹലാലായ തൊഴിലുകൾ, യുവാക്കളാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും കഴിവിന്റെ പരമാവധി ചെയ്യാൻ കഴിയുന്ന തൊഴിലുകളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ചിന്തയും ബുദ്ധിയും അതിലേക്ക് പോകും. ഹലാലായത് കുറഞ്ഞ കൂലിയാണെങ്കിൽ, അല്പം പ്രയാസമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയ്യത്തും അവന്റെ ഉദ്ദേശത്തിനനുസരിച്ച് പിന്നീട് ആ തൊഴിലിൽ നമുക്ക് എളുപ്പവും അഭിവൃദ്ധിയും തരും, ബറക്കത്ത് നൽകും. അതിലേറെ നല്ല തൊഴിൽ കൊണ്ട് നമ്മളെ സഹായിക്കും. ഉപകാരമുള്ള, ദുന്യാവിൽ ഉപകാരമുള്ള ഒരു തൊഴിലുമില്ലാതെ, ഒരു പണിയുമില്ലാതെ സമയം പാഴാക്കരുത്. അതേപോലെ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാനും മറ്റും സമയം കണ്ടെത്തി നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. നേരെ മറിച്ച് ഒഴിവ് എന്ന് പറയുന്ന മനുഷ്യനെ തെറ്റായ ദിശയിലേക്കും വ്യതിചലനങ്ങളിലേക്കും വേണ്ടാത്ത ചിന്താഗതികളിലേക്കും അവനെ കൊണ്ടുപോയി അപകടത്തിൽ ചാടി. ഇതല്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്കറിയുന്ന ഈ കാര്യങ്ങൾ, ഈ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അവൻ നമ്മെ നിലനിർത്തുമാറാവട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب والابصار سرر قلوبنا الى طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.